ഇന്നാണ് ആൽബിയുടെയും നേഹയുടെയും മീനുവിൻ്റെയും അപ്പുവിൻ്റെയും വിവാഹ നിശ്ചയം. ആൽബി ഒരു റെഡ് കളർ ഷർട്ടും ബ്ലാക്ക് പാൻറ്റുമാണ് ഇട്ടിരിക്കുന്നത്. നേഹ അതിനോട് ചേർന്ന് ഒരു റെഡ് കളർ സാരിയാണ് വേഷം. സിമ്പിളായ ഒരു മാലയും കമ്മലും രണ്ട് കൈയിലും വളയും ഇട്ടിട്ടുണ്ട്. അപ്പു ഒരു ബ്ലൂ കളർ ഷർട്ടും ബ്ലാക്ക് പാൻറ്റുമാണ്. മീനു അവനോട് ചേർന്ന് ഒരു ബ്ലൂ കളർ ഫ്രോക്കാണ് ഇട്ടിരിക്കുന്നത്. അവളും വളരെ സിമ്പിളായിട്ടാണ് ഒരുങ്ങിയിരിക്കുന്നത്. എല്ലാവരും ഓഡിറ്റോറിയത്തിൽ ഒത്തുകൂടിയിരുന്നു. റിച്ചി ബ്ലൂ കളർ ഷർട്ടും മുണ്ടുമാണ് വേഷം. പൊന്നു അവനോട് ചേർന്ന ഒരു ബ്ലൂ ആൻഡ് റെഡ് കോമ്പിനേഷൻ വരുന്ന ധാവണി ഉടുത്തിട്ടുണ്ട്. മാളു ഒരു ബ്ലൂ കളർ ഫ്രോക്കാണ് ഇട്ടിരിക്കുന്നത്. ധാവണി ഉടുത്ത് മാളുമോളെയും പിടിച്ചുകൊണ്ട് നടന്ന പൊന്നു വീഴുമെന്നും പറഞ്ഞ് റിച്ചി തന്നെയാണ് മാളുവിനെ എടുത്തിരിക്കുന്നത്. എല്ലാവരും വളരെ സന്തോഷത്തിൽ തന്നെയായിരുന്നു. പൊന്നുവിൻ്റെ അടുത്തായി മിക്കുവും അനീറ്റയും ഇരിപ്പുണ്ട്. മിക്കു പൊന്നുവിനെ പോലെ ഒരു ബ്ലൂ ആൻഡ് റെഡ് കോമ്പിനേഷനുള്ള പാവാടയും ടോപ്പുമാണ് ഇട്ടിരിക്കുന്നത്. അനീറ്റ ഒരു റെഡ് ചില്ലി കളർ സാരിയാണ് ഉടുത്തിരിക്കുന്നത്. അവളുടെ വെളുത്ത ശരീരത്തിനും മുഖത്തിനും ആ കളർ നന്നായിട്ട് ചേരുന്നുണ്ടായിരുന്നു. അവർ മൂന്ന് പേരും കൂടി സ്റ്റേജിൽ നിൽക്കുന്ന നേഹയും മീനുവിനെയും കളിയാക്കുകയാണ്. രണ്ട് വീട്ടുകാരും പരസ്പരം എഴുത്തുകൾ കൈമാറി. മീനുവിൻ്റെ അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. തൻ്റെ മകളുടെ ഇഷ്ടം പോലെ അവൾ ആഗ്രഹിച്ച ആളിനെ തന്നെ കിട്ടിയതോർത്ത് അവർ സന്തോഷിച്ചു. ഒരിക്കലും സ്വപ്നം കാണാൻ പോലും പറ്റാത്തൊരു ബന്ധം. അപ്പുവിൻ്റെ കൈകളിൽ അവൾ സുരക്ഷിതമായിരിക്കുമെന്ന് അവർക്കറിയാമായിരുന്നു. അതറിഞ്ഞെന്ന പോലെ വിൽസൺ അവളെ ചേർത്ത് പിടിച്ചു. നേഹയുടെ വീട്ടുകാരുടെ അവസ്ഥ നേരെ മറിച്ചായിരുന്നു. അവൾക്ക് ഇതെങ്കിലും കിട്ടിയല്ലോ എന്ന സന്തോഷമായിരുന്നു അവളുടെ മമ്മിക്ക്. അവളുടെ പാപ്പ പിന്നെ ഇതൊക്കെ എന്ത്, എൻ്റെ മോള് വിചാരിച്ച ഇതിനല്ല ഇതിനപ്പുറം കിട്ടുമെന്ന രീതിക്ക് നിന്നു. വിവാഹ നിശ്ചയ ചടങ്ങുകൾ കഴിഞ്ഞ് പെൺപിള്ളേരെല്ലാം സെൽഫി എടുപ്പ് തുടങ്ങി. ആൺപിള്ളേരും പിന്നെ ഒട്ടും കുറച്ചില്ല. മാളുമോളെ നടുക്കിരുത്തിക്കൊണ്ട് അവരും തിരിഞ്ഞും മറിഞ്ഞും സെൽഫി എടുത്തു. പെൺപിള്ളേർ സെൽഫിയൊക്കെ എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് അനീറ്റയ്ക്ക് അവളെ ആരോ നോക്കുന്നതായി തോന്നിയത്. അവൾ തിരിഞ്ഞു നോക്കിയതും കണ്ടത് അവളെ തന്നെ ഇമജിമ്മാതെ നോക്കി നിൽക്കുന്ന ഒരു പയ്യനെ. ഒരു വൈറ്റ് ഷർട്ടും ബ്ലാക്ക് പാൻറ്റുമാണ് അവൻ്റെ വേഷം. താടി ഫുള്ള് ഷേവ് ചെയ്തിരിക്കുകയാണ്. മീശ കട്ടിക്ക് വളർത്തിയിട്ടുണ്ട്. നല്ല ഹൈറ്റും അതിനൊത്ത ബോഡിയും. ഒരു കയ്യിൽ വാച്ചിട്ടിട്ടുണ്ട്. മറുകൈ ഒഴിച്ചിട്ടിരിക്കുകയാണ്. കഴുത്തിൽ സ്വർണ്ണക്കുരിശിൻ്റെ ഒരു സിമ്പിൾ മാല കിടപ്പുണ്ട്. രണ്ട് കൈകളും മാറിൽ കെട്ടി അവളെ തന്നെ നോക്കി നിൽക്കുകയാണ് അവൻ. എന്നാൽ അവൻ അവളുടെ മുഖത്തേക്കല്ല നോക്കുന്നത്. അവൻ്റെ നോട്ടം കണ്ട് അവൾ സ്വയം ഒന്ന് നോക്കി. അവളുടെ സാരി ഇടുപ്പിൽ നിന്നും താഴ്ന്നു കിടക്കുകയാണ്. അവൻ്റെ നോട്ടം മുഴുവൻ അവളുടെ വെളുത്ത വയറിലേക്കാണ്. അവൾ വേഗം തന്നെ സാരി പിടിച്ചിട്ടുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് നടന്നു. എന്താടോ, കുറേ നേരം ആയല്ലോ, താനെന്താ പെൺപിള്ളേരെ കണ്ടിട്ടില്ലേ? അവൾ ദേഷ്യത്തോടെ അവൻ്റെ മുൻപിൽ ചെന്ന് നിന്നുകൊണ്ട് ചോദിച്ചു. എന്നാൽ അവൻ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി. പെൺപിള്ളേരൊക്കെ സെൽഫി എടുക്കുന്നത് കൊണ്ട് അവരാരും ഇത് ശ്രദ്ധിച്ചില്ല. അനീറ്റ ഏറ്റവും ബാക്കിൽ നിന്നതുകൊണ്ട് അവൾ പോയതും അവരറിഞ്ഞില്ല. അവൾ അത്രയും ചോദിച്ചിട്ടും ഒന്നും മിണ്ടാതെ അവളെ തന്നെ നോക്കി നിൽക്കുന്ന അവനെ കണ്ട് അവൾക്ക് ദേഷ്യം വന്നു. എടോ, തനിക്ക് നാവില്ലേ? ചോദിച്ചത് കേട്ടില്ലേ? അവൾ വീണ്ടും ചോദിച്ചു. ഇങ്ങനെ എല്ലാവരെയും കാണിച്ചുകൊണ്ട് നടന്ന ഇനിയും ഞാൻ നോക്കും. അവൻ കൈകൾ മാറിൽ കെട്ടിക്കൊണ്ട് തന്നെ അവളോട് പറഞ്ഞു. ഡോ. അവൾ അവൻ്റെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് വിളിച്ചു. അലക്സ്. പുറകിൽ നിന്ന് ആൽബി വിളിച്ചതും അവൻ തിരിഞ്ഞു നോക്കി. അനീറ്റ അവളുടെ കൈകൾ താഴ്ത്തിക്കൊണ്ട് സംശയത്തോടെ ആൽബിയെ നോക്കി. എപ്പോൾ വന്നടാ? ഞാൻ കരുതി ഇന്നും ഡ്യൂട്ടി എന്ന് പറഞ്ഞ് നീ ഒഴിയുമെന്ന്. ആൽബി അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. അതുകൊള്ളാം, വേറെ ആരുടെ ഫംഗ്ഷന് പോയില്ലെങ്കിലും ഞാൻ ഇവിടെ വരില്ലേടാ. അവൻ അനീറ്റയൊന്ന് നോക്കിക്കൊണ്ട് ആൽബിയോട് പറഞ്ഞു. അല്ല, നിനക്കിവളെ അറിയോ? നിങ്ങളെന്തോ സംസാരിക്കുമായിരുന്നല്ലോ? ആൽബി സംശയത്തോടെ അവനോട് ചോദിച്ചു. ഏയ് ഇല്ലടാ, ഞാനിവിടെ വന്നപ്പോൾ നിന്നെ കണ്ടില്ല. അത് ഈ കുട്ടിയോടൊന്ന് ചോദിക്കാമെന്ന് കരുതി. അലക്സ് പറഞ്ഞതും അനീറ്റ അവനെ രൂക്ഷമായിട്ട് നോക്കി. ആ മോളെ, ഇത് അലക്സ്, എൻ്റെ കൂടെ പഠിച്ചതാ. നീ AGK ഗ്രൂപ്പ്സ് എന്ന് കേട്ടിട്ടുണ്ടോ? ആൽബി ചോദിച്ചതും അവൾ ഉണ്ടെന്ന് തലയാട്ടി. അവിടുത്തെ മുതലായത് അലക്സ് ജോർജ് കുരിശിങ്കൽ, ഇവൻ്റെയാ AGK ഗ്രൂപ്പ്സ്. ആൽബി പറഞ്ഞതും അനീറ്റ ഞെട്ടി അവനെ നോക്കി. ആ അലക്സ്, ഇത് ഞങ്ങളുടെ പെങ്ങളാ, ചേട്ടായിയുടെ പെങ്ങള്. നിനക്കറിയില്ലേ ചേട്ടായെ? പിന്നെ എനിക്കറിയാം. എങ്കിൽ വാ, ചേട്ടായുടെ അടുത്തേക്ക് പോകാം. ആൽബി അവനെ വിളിച്ചുകൊണ്ട് നടന്നു. അനീറ്റ അവനെ ഒന്ന് നോക്കി. അവനും തിരിഞ്ഞ് അവളെ നോക്കി. കുസൃതിയോടെ ചിരിച്ചുകൊണ്ട് അവളുടെ ഇടുപ്പിലേക്ക് നോക്കിയതും അവൾ പെൺപിള്ളേരുടെ അടുത്തേക്ക് ഓടിയിരുന്നു. ചേച്ചി എവിടെ പോയി ഇടയ്ക്ക്? അവരുടെ അടുത്തേക്ക് വരുന്ന കണ്ട അനീറ്റയെ കണ്ട് പൊന്നു ചോദിച്ചു. ഞാൻ വെറുതെ. ഫോട്ടോസ് എടുത്തു കഴിഞ്ഞോ? അനീറ്റ വിഷയം മാറ്റാൻ എന്ന പോലെ തിരികെ ചോദിച്ചു. ബാ, നമുക്ക് ഇനിയും എടുക്കാം. ഇനി ചേച്ചി എടുക്ക്, ചേച്ചിക്ക് ഹൈറ്റ് ഉണ്ടല്ലോ. മീനു പറഞ്ഞതും അനീറ്റ ചിരിയോടെ അവളുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി ഫോട്ടോസ് എടുക്കാൻ തുടങ്ങി. എന്നാൽ അവളെ മാത്രം ശ്രദ്ധിച്ച് ചുണ്ടിൽ പുഞ്ചിരിയുമായി നിൽക്കുന്ന ആ കണ്ണുകളെ അവൾ കണ്ടിരുന്നില്ല. രാവിലത്തെ ബഹളമൊക്കെ കഴിഞ്ഞ് എല്ലാവരും റിച്ചിയുടെ വീട്ടിൽ ഒത്തുകൂടിയിരിക്കുകയാണ്. മീനും മോളും അനീറ്റ മോളും അടുത്ത മാസത്തെ IELTS എക്സാം എഴുതട്ടെ അല്ലേ റിച്ചി? വിൽസൺ റിച്ചിയോട് ചോദിച്ചു.
അതെ പപ്പേ, മീനുവിൻ്റെ വിവാഹം അടുത്ത വർഷമല്ലേ ഉള്ളൂ. അവളും പഠിക്കട്ടെ. 2 വർഷം ഇവള് പോയപ്പോൾ ആർക്കും ഒന്നിനും ഒരു മൂഡില്ലായിരുന്നു. എല്ലാവരുടെയും പഠിത്തം ഉൾപ്പെടെ മുടങ്ങിപ്പോയി. റിച്ചി പൊന്നുവിനെ നോക്കി പറഞ്ഞത് അത് കേട്ട് അവൾക്കും വിഷമമായി. അതൊന്നും സാരമില്ല ചേട്ടായി, അതുകൊണ്ട് ഞങ്ങളാരും വെറുതെ ഇരുന്നില്ലല്ലോ. ഞാനും നേഹ ആൽബിച്ചായൻ്റെ കമ്പനിയിൽ വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉണ്ടാക്കിയില്ലേ. മീനു പൊന്നുവിനെ സമാധാനിപ്പിക്കാൻ എന്ന പോലെ പറഞ്ഞു. ആൽബി, എന്താ നിന്റെ തീരുമാനം? നേഹയെ നാട്ടിൽ തന്നെ നിർത്താനാണോ? അലക്സി സംശയത്തോടെ അവനോട് ചോദിച്ചു. ഏയ് അല്ല, അവളും അടുത്ത മാസം കല്യാണം കഴിഞ്ഞിട്ട് അവരോടൊപ്പം എക്സാം എഴുതട്ടെ. എന്തായാലും പോകാനൊക്കെ സമയമെടുക്കുമല്ലോ. അവൾ പോയി സ്വന്തം കാലിൽ നിൽക്കട്ടെ. എന്നും എന്നെ ഇപ്പോൾ ആശ്രയിക്കാൻ പറ്റില്ലല്ലോ. ആൽബി നേഹയെ നോക്കി പറഞ്ഞു. അത് കേട്ടപ്പോൾ നേഹയുടെ വീട്ടുകാർക്കും അവൾക്കും വളരെ സന്തോഷമായി. തൻ്റെ കരിയറിനും കൂടി പ്രാധാന്യം നൽകുന്ന ഒരാളാണല്ലോ അവനെന്ന് ഓർക്കും തോറും അവൾക്കും അവനോട് വല്ലാത്ത ബഹുമാനം തോന്നി. മോളെ, മോൾക്കും കൂടി അവരുടെ കൂടെ എഴുതിക്കൂടെ? കുഞ്ഞിനെ നോക്കാൻ ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ. ആനി പൊന്നുവിനെ നോക്കി പറഞ്ഞതും പൊന്നു റിച്ചിയുടെ കയ്യിൽ മുറുക്കി പിടിച്ചു. അവളെ നിർബന്ധിക്കേണ്ട മമ്മി, അവൾക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും ചെയ്യണ്ട. എന്നെങ്കിലും അവൾക്ക് പോകണമെന്ന് തോന്നുമ്പോൾ അവൾ എന്നോട് പറയും, അപ്പോൾ നോക്കാം. പിന്നെ നമ്മുടെ കമ്പനി നോക്കി നടത്താനും ആളിനെ വേണമല്ലോ. അവൾ എൻ്റെ കൂടെ ബാംഗ്ലൂരിലെ കമ്പനി നോക്കി നടത്തട്ടെ. അത് പറഞ്ഞപ്പോഴാ, നിങ്ങൾ എന്നത്തേക്കാ ഇനി ബാംഗ്ലൂരിലേക്ക്? വിൽസൺ സംശയത്തോടെ ചോദിച്ചു. അടുത്ത ആഴ്ച ഒന്ന് പോകണം പപ്പേ. അവിടെ ആകെ എല്ലാം തിരിഞ്ഞു കിടക്കുക. എത്രയെന്ന് വെച്ചാൽ എബിയെ ബുദ്ധിമുട്ടിക്കുന്നേ. അവൻ്റെ കമ്പനിയും നോക്കണ്ടേ? റിച്ചി പറഞ്ഞതും പൊന്നു അതിശയത്തോടെ അവനെ നോക്കി. അവൻ പോകുന്ന കാര്യം അവളോട് പറഞ്ഞിട്ടില്ലായിരുന്നു. രാത്രിയിൽ കിടക്കാൻ മുറിയിലേക്ക് വന്നതാണ് റിച്ചിയും പൊന്നു. പൊന്നു, അവൻ വിളിച്ചതും അവൾ തിരിഞ്ഞു നോക്കി. നാളെ നേരത്തെ എഴുന്നേൽക്കണേ, അവൻ പറഞ്ഞതും അവൾ സംശയത്തോടെ വീണ്ടും നോക്കി. ഹോ, ഇങ്ങനെ നോക്കണ്ട, നടക്കാൻ പോകാനൊന്നും അല്ല. നാളെ നിനക്ക് ഒരു സർപ്രൈസ് ഉണ്ട്. നമുക്ക് ഒരിടം വരെ പോകണം. അവളുടെ നോട്ടം കണ്ട് അവൻ പറഞ്ഞു. അവളൊന്ന് മൂളി. എന്താടി ഒരു സന്തോഷമില്ലാതെ മൂളുന്നത്? അവൾ മൂളുന്നത് കേട്ട് അവൻ ചോദിച്ചു. ഇച്ചായനിപ്പോൾ എന്നോടൊന്നും പറയാറില്ലല്ലോ, എല്ലാം സ്വയം അങ്ങ് തീരുമാനിക്കുമല്ലേ? അവൾ പറഞ്ഞുകൊണ്ട് കട്ടിലിലേക്ക് കിടന്നു. അതിന് ഞാനെന്ത് ചെയ്തെന്നാ നീ പറയുന്നേ? ഞാനെന്താ നിന്നോട് പറയാതെ ഒറ്റയ്ക്ക് തീരുമാനിച്ചത്? റിച്ചി സംശയത്തോടെ ചോദിച്ചുകൊണ്ട് കുഞ്ഞിനെ കട്ടിലിലേക്ക് കിടത്തി. അടുത്ത ആഴ്ച ബാംഗ്ലൂരിൽ പോകുന്ന കാര്യം ഇച്ചായൻ എന്നോട് പറഞ്ഞില്ലല്ലോ. പപ്പ ചോദിച്ചപ്പോഴല്ലേ ഞാൻ അറിഞ്ഞത്. അവൾ മുഖം വീർപ്പിച്ച് വെച്ചുകൊണ്ട് പറഞ്ഞു. ഓ, അതാണോ? അത് ഞാൻ തീരുമാനിച്ചിട്ടൊന്നുമില്ല. പിന്നെ പപ്പ ചോദിച്ചപ്പോൾ പറഞ്ഞെന്നേ ഉള്ളൂ. പോകുമ്പോൾ പറഞ്ഞാൽ പോരെ? അവൻ അവളെ നോക്കി പറഞ്ഞുകൊണ്ട് കുഞ്ഞിൻ്റെ സൈഡിൽ തലയണ വെച്ചു. അവൾ അതിനും ഒന്ന് മൂളി. അവൻ അവളുടെ അടുത്തേക്ക് വന്ന് കിടന്നു. ഇങ്ങനെ വീർപ്പിച്ച് പൊട്ടിക്കാൻ ഞാനൊന്നും ചെയ്തില്ലല്ലോ. നീ ഈടെയായിട്ട് ആവശ്യമില്ലാത്ത കാര്യത്തിനൊക്കെ ചുമ്മാ എന്നോട് പിണങ്ങുവാ പൊന്നു. റിച്ചി പരാതി പോലെ അവളോട് പറഞ്ഞു. എന്താടി, എന്തു പറ്റി? അവൻ അവളെ നെഞ്ചിലേക്ക് കിടത്തിക്കൊണ്ട് ചോദിച്ചു. എനിക്കറിയില്ല ഇച്ചായ, ഞാൻ വല്ലാതെ സ്വാർത്ഥത കാണിക്കുന്നുണ്ട് ഇച്ചായൻ്റെയും മോളുടെയും കാര്യത്തിൽ. എനിക്കതറിയില്ല. അവൾ അവൻ്റെ നെഞ്ചിൽ കിടന്നുകൊണ്ട് പറഞ്ഞതും റിച്ചി ഒന്നുകൂടി അവളെ ചേർത്ത് പിടിച്ചു. സാരമില്ല കേട്ടോ, ഉറങ്ങിക്കോ, നമുക്ക് നാളെ പോകേണ്ടതല്ലേ? റിച്ചി ചിരിയോടെ പറഞ്ഞു. എവിടെയാ ഇച്ചായ നമ്മൾ പോകുന്നേ? അവൾ അവൻ്റെ നെഞ്ചിൽ നിന്നും തല ഉയർത്തി ചോദിച്ചു. അതൊക്കെയുണ്ട്, ഒരു സർപ്രൈസാണ്. സോറി, ഒന്നല്ല 2 സർപ്രൈസ്. അവൻ അവളുടെ നെറ്റിയിൽ അവൻ്റെ നെറ്റി മുട്ടിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാലും പറയേ, ഒരു ക്ലൂതാ. അവൾ അവൻ്റെ താടിയിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. അയ്യടി, കിടന്നുറങ്ങിക്കോ. ഇല്ലെങ്കിൽ, അവൻ വഷളം ചിരിയോടെ പറഞ്ഞു. ഇല്ലെങ്കിൽ? അവൾ പുരികം പൊക്കി ചോദിച്ചു. ഇല്ലെങ്കിൽ കൊച്ചിന് പണിയാകും. അവൻ അവളുടെ ചുണ്ടിൽ തഴുകിക്കൊണ്ട് പറഞ്ഞു. അയ്യ, ഏതു നേരം അത് ചിന്തിച്ചുകൊണ്ടിരുന്നോണം. അവൾ അവൻ്റെ നെഞ്ചിൽ അടിച്ചുകൊണ്ട് പറഞ്ഞു. പിന്നെ എനിക്ക് നിൻ്റെയും മോളുടെയും കാര്യമല്ലാതെ എന്താടി ചിന്തിക്കാനുള്ളത്? അവൻ അവളുടെ മുടികൾ മാടി ഒതുക്കിക്കൊണ്ട് ചോദിച്ചു. അതെയോ? ഷോ, എനിക്കറിയില്ലായിരുന്നു. അവൾ അവനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. പൊന്നൂട്ടാ, എന്തേ? അവൾ പുരികം പൊക്കി ചോദിച്ചു. ഒരു കിസ്തായോ? അന്ന് തന്നതുപോലെ. ശരിക്കും അന്നെൻ്റെ കൊച്ചിൻ്റെ ഫസ്റ്റ് കിസ് എനിക്കൊന്ന് ആസ്വദിക്കാൻ പോലും പറ്റിയില്ലടി. തന്നെയല്ല, നീ അന്ന് ചോദിച്ചില്ലേ നീ ഫ്രഞ്ച് കിസ് ചെയ്യാൻ പഠിച്ചോ എന്ന്? കിളികളെല്ലാം പറന്നു പോയപ്പോൾ ഇച്ചായനത് അങ്ങോട്ട് ശ്രദ്ധിച്ചില്ല. ഇപ്പോൾ ഒരെണ്ണം തരുമെങ്കിൽ ഇച്ചായനൊന്ന് നോക്കിയിട്ട് പറയാം. അയ്യ, എനിക്ക് വയ്യ. അത് അന്നൊരു ഫ്ലോയിലങ്ങ് തന്നതാ. അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എങ്കിൽ ഞാൻ ഒരെണ്ണം തരട്ടെ? അവൻ അവളെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ നാണം കൊണ്ട് മുഖം തിരിച്ചു. എന്തേ നാണം വരുന്നു എൻ്റെ കൊച്ചിന്? അവൻ വിരൽ കൊണ്ട് അവളുടെ താടിത്തുമ്പ് ഉയർത്തിക്കൊണ്ട് ചോദിച്ചു. എനിക്ക് നാണമൊന്നുമില്ല. ഓ, അതെനിക്കറിയാം. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ അവൻ്റെ നെഞ്ചിൽ അമർത്തിക്കടിച്ചു. ഡി, അവൻ വിളിച്ചുകൊണ്ട് അവളെ നെഞ്ചിൽ നിന്നും മാറ്റി തലേണയിലേക്ക് കിടത്തിക്കൊണ്ട് അവളുടെ ചുണ്ടുകളെ ചുംബിച്ചിരുന്നു. അവളും ചിരിച്ചുകൊണ്ട് അവനെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചു. ഗാഢമായ ചുംബനത്തിനൊടുവിൽ അവളുടെ ചുണ്ടുകളെ മോചിപ്പിക്കുമ്പോൾ അവൾ കിതയ്ക്കുന്നുണ്ടായിരുന്നു. അവൻ ചിരിച്ചുകൊണ്ട് അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഉറക്കത്തിലേക്ക് വീണു.
രാവിലെ തന്നെ പൊന്നുവും റിച്ചിയും മാളുമോളും റെഡിയായിരുന്നു. പൊന്നു ഒരു റെഡ് കളർ ടോപ്പും വൈറ്റ് ലെഗിൻസുമാണ് വേഷം. മാളുമോള് ഒരു റോസ് കളർ ഫ്രോക്കാണ് ഇട്ടിരിക്കുന്നത്. റിച്ചി ഒരു ബ്ലാക്ക് കളർ ഷർട്ടും അതിനോട് ചേരുന്ന മുണ്ടും എടുത്തുകൊണ്ട് എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങി. അവരുടെ കാർ വിശ്വയുടെ വീട്ടിലേക്ക് തിരിഞ്ഞതും പൊന്നു സംശയത്തോടെ നോക്കി. അവരുടെ കാർ വന്ന് നിന്നതും മീനാക്ഷി ഓടി വന്നു. ഏട്ടാ സുഖാണോ? പൊന്നു അച്ചോടാ മാളുമോളും ഉണ്ടോ? അവൾ മാളുവിനെ പൊന്നുവിൻ്റെ കയ്യിൽ നിന്നും വാങ്ങിക്കൊണ്ട് പറഞ്ഞു. എന്തുകൊണ്ട് മോളെ, സുഖാണോ? റിച്ചി അവളുടെ തലയിലൊന്ന് തലോടിക്കൊണ്ട് ചോദിച്ചു. സുഖമാ ചേട്ടാ, അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആഹാ, നിങ്ങൾ വന്നോ? കയറി വാ അകത്തേക്ക്, വിശ്വ ഇറങ്ങി വന്നുകൊണ്ട് പറഞ്ഞു. അച്ചു, ഇവർക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്ക്, വിശ്വ മീനാക്ഷി നോക്കി പറഞ്ഞതും മീനാക്ഷി പൊന്നുവിനെ റിച്ചിയുടെ കൈകൾ കൊടുത്തുകൊണ്ട് അടുക്കളയിലേക്ക് നടന്നു. പൊന്നു വാ, ഒരു കാര്യം കാണിച്ചു തരാം, വിശ്വ അവളെ നോക്കി പറഞ്ഞതും അവൾ റിച്ചിയെ നോക്കി. റിച്ചി അവളോട് വിശ്വയുടെ കൂടെ പൊയ്ക്കോളാൻ പറഞ്ഞതും അവൾ എഴുന്നേറ്റ് വിശ്വയുടെ കൂടെ നടന്നു. റിച്ചിയും പുറകെ മാളുമോളെയും കൂട്ടിപ്പോയി. വിശ്വയുടെ അച്ചുവിൻ്റെ മുറിയിലായി കട്ടിലിൽ 2 തലയിണയ്ക്ക് നടുക്ക് കിടക്കുന്ന ഒരു മോനെയാണ് അവൾ കണ്ടത്. പൊന്നു സംശയത്തോടെ വിശ്വയെ നോക്കി. എൻ്റെ അച്ചുവിൻ്റെ മോനാ, വിശ്വ പറഞ്ഞതും അവൾ റിച്ചിയെ നോക്കി. ഞാൻ പറഞ്ഞില്ലേ നിനക്കൊരു സർപ്രൈസ് ഉണ്ടെന്ന്, നീ തന്നെ വന്ന് നേരിട്ട് കാണട്ടെ എന്ന് കരുതി, അതാ പറയാഞ്ഞത്, റിച്ചി ചിരിയോടെ പറഞ്ഞു. അവൾ കട്ടിലിലേക്ക് ഇരുന്നു കൊണ്ട് കുഞ്ഞിൻ്റെ നെറ്റിയിൽ ഉമ്മ വെച്ചു. ഞാനെടുത്തു തരാം മോളെ, വിശ്വ അവളെ നോക്കി പറഞ്ഞു. വേണ്ട ഏട്ടാ, ഉറങ്ങുന്ന കുഞ്ഞിനെ ഉണർത്തണ്ട, അവനുണരുമ്പോൾ ഞാൻ എടുത്തോളാം. അല്ല, ഇതൊക്കെ എപ്പോൾ സംഭവിച്ചു? പൊന്നു വിശ്വയെ നോക്കി ചോദിച്ചു. 8 മാസമായി മോന്, വിശ്വ ചിരിയോടെ പറഞ്ഞു. എന്താ മോൻ്റെ പേര്? വൈശാഖ് വിശ്വജിത്ത്. ആഹാ, സൂപ്പർ പേരാണല്ലോ ചേട്ടാ, പൊന്നു ചിരിയോടെ പറഞ്ഞു. വീട്ടിൽ വിച്ചു എന്ന് വിളിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോഴേക്കും മീനാക്ഷി അവർക്കുള്ള വെള്ളവുമായി എത്തിയിരുന്നു. എന്താ ഇവിടെ ഒരു ചർച്ച? മീനാക്ഷി അവരെ 3 പേരെയും നോക്കിക്കൊണ്ട് ചോദിച്ചു. മോൻ്റെ കാര്യം പറയുകയായിരുന്നു. പൊന്നു ഇപ്പം മോനെ കണ്ടപ്പോഴല്ലേ നമുക്ക് മോനുണ്ടായതറിഞ്ഞത്, വിഷു ചിരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു. ആ അത് ശരിയാണല്ലോ, നീ വാ, കുറേ പറയാനുണ്ട്, മീനാക്ഷി അവളെ നോക്കി പറഞ്ഞു. പാ. മാളു റിച്ചിയെ വിളിച്ചുകൊണ്ട് വിച്ചുവിനെ ചൂണ്ടിക്കാണിച്ചു. വാവ ഉണരുമ്പോൾ നമുക്ക് കളിക്കാട്ടോ, അവൻ മാളുവിനെ നോക്കി പറഞ്ഞതും അവൾ ചിരിച്ചു. അവർ ഹാളിൽ വന്നിരുന്ന് സംസാരിക്കാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞതും ഒരു കാറ് വന്ന് നിന്നു. അതിൽ നിന്ന് ഇറങ്ങുന്ന ആളുകളെ കണ്ടതും വിശ്വയും റിച്ചിയും ചിരിച്ചു. ഡാ റിച്ചി, രാവിലെ വന്നോ നീ? അരുൺ കയറി വന്നുകൊണ്ട് ചോദിച്ചു. ഇല്ലടാ, കുറച്ചു നേരം ആയതേ ഉള്ളൂ, റിച്ചി ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. പൊന്നുമോളെ? അരുൺ പൊന്നുവിനെ നോക്കി വിളിച്ചു. ഏട്ടാ സുഖാണോ? ആണ് മോളെ. മോക്കോ? സുഖവാ, അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോഴാണ് അരുണിൻ്റെ പുറകിലായി കയറി വരുന്ന ഒരു പെൺകുട്ടിയെ അവൾ കണ്ടത്. അവൾ സംശയത്തോടെ അരുണിൻ്റെ മുഖത്തേക്ക് നോക്കി. എൻ്റെ ഭാര്യയാ, ഞാൻ പറഞ്ഞിട്ടില്ലേ, എൻ്റെ മുറപ്പെണ്ണ് ആതിര. ആ ഓർമ്മയുണ്ട്, ചേട്ടന് കല്യാണം കഴിഞ്ഞോ? അത് കണ്ട് പൊന്നു സംശയത്തോടെ വീണ്ടും ചോദിച്ചു. 2 മാസം മുമ്പായിരുന്നു മോളെ, ഇപ്പോൾ ഞങ്ങൾക്ക് കൂട്ടായിട്ട് ഒരാൾ കൂടി വരുന്നുണ്ട്, ആതിര പ്രഗ്നൻ്റ് ആണ്. അരുൺ അവളെ നോക്കി ചിരിയോടെ പറഞ്ഞു. ഇച്ചായൻ എന്നോട് ഒന്നും പറഞ്ഞില്ല, അവൾ മുഖം വീർപ്പിച്ച് വെച്ചുകൊണ്ട് ആതിരയുടെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു. നിനക്ക് സർപ്രൈസ് തരാമെന്ന് കരുതി, അതാ പറയാഞ്ഞേ, അരുൺ അവളെ നോക്കി പറഞ്ഞു. ഇനി അതിനും മുഖം വീർപ്പിക്കടി, റിച്ചി അവളെ നോക്കി കപട ദേഷ്യത്തോടെ പറഞ്ഞതും അവൾ ചിരിച്ചു കാണിച്ചു. അതെന്താ അങ്ങനെ? ആതിര സംശയത്തോട് ചോദിച്ചു. ഇപ്പം അങ്ങനെയൊക്കെയാ, എന്തേലും ചെറിയ കാര്യത്തിന് പോലും മുഖം വീർപ്പിക്കലാ പണി അവൾക്ക്, റിച്ചി പറഞ്ഞതും എല്ലാവരും ചിരിച്ചു. നിങ്ങൾ വാ, മീനാക്ഷി അവളെയും ആതിരയും വിളിച്ചുകൊണ്ട് മുറിയിലേക്ക് പോയി. ഇച്ചായ മോളെ ഞാൻ എടുത്തോളാം, പൊന്നു റിച്ചിയെ നോക്കി പറഞ്ഞു. വേണ്ടടി, അവൾ ഇവിടെ ഇരുന്നോട്ടെ, നീ പോയി അവരുടെ കൂടെ ഇരുന്നോ, റിച്ചി പറഞ്ഞതും അവൾ ചിരിയോടെ അവരുടെ കൂടെ പോയി. അരുൺ റിച്ചിയുടെ കയ്യിൽ നിന്ന് മോളെ വാങ്ങി മടിയിലേക്ക് ഇരുത്തി. നീ തന്നെയാണല്ലോ റിച്ചി ഇവള്, അരുൺ കുഞ്ഞിനെ തലോടിക്കൊണ്ട് റിച്ചിയോട് പറഞ്ഞതും അവൻ ചിരിച്ചു. സ്വഭാവം നിന്റെ കണക്കാകാതിരുന്നാൽ മതി, എങ്കിൽ ഇവൻ കുറേ പാടുപെടും, വിശ്വ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. എങ്ങനെയുണ്ടടാ ഇപ്പോൾ അവള്? പഴയ കുശുമ്പൊക്കെയാണോ ഇപ്പോഴും നിന്റെ കൊച്ചിന്? വിശ്വ ചിരിച്ചുകൊണ്ട് വീണ്ടും ചോദിച്ചു. അതൊന്നും പറയണ്ട എൻ്റെ വിശ്വ, ശരിക്കും എനിക്കിപ്പോൾ കുഞ്ഞിനെ വേണമെന്ന് പ്ലാനൊന്നും ഇല്ലായിരുന്നു, അവളെ സ്നേഹിച്ച് കൊതി തീർന്നിട്ടില്ലായിരുന്നു എനിക്ക്. പക്ഷേ ദൈവനിശ്ചയം പോലെ അപ്രത്യക്ഷമായി വന്നതാ എൻ്റെ മോള്. ഞാനന്ന് അവളെ വണ്ടിയിൽ നിന്ന് തള്ളി താഴെ ഇട്ടപ്പോൾ എൻ്റെ മോള് അവളുടെ വയറ്റിലുണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു. അന്നത്തെ ആ വീഴ്ചയിൽ എന്തെങ്കിലും ഇവൾക്ക് സംഭവിച്ചിരുന്നെങ്കിലോ? അതെനിക്ക് തീരെ നഷ്ടമായി പോയെന്നെ വിശ്വ. ഞാൻ അവളെ അന്വേഷിച്ച് അവിടെ ചെന്നപ്പോൾ ശരിക്കും അവളെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് ഒരു കുഞ്ഞുണ്ടായപ്പോൾ അവളുടെ കുട്ടിത്വം കുറുമ്പൊക്കെ മാറിയെന്നാ. പക്ഷെ അതൊക്കെ കൂടിയതേ ഉള്ളൂ. ഇപ്പോൾ പോലും അവളേക്കാൾ ഞാൻ കുഞ്ഞിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ടെന്ന് അവൾക്ക് തോന്നിയാൽ അപ്പം മുഖം വീർപ്പിച്ച് വെക്കാൻ തുടങ്ങും. അത്ര കുശുമ്പ അവൾക്ക്, സ്വന്തം മോളെ പോലെ സ്നേഹിക്കുന്നതിന്. അപ്പം പിന്നെ മറ്റുള്ളവരുടെ കാര്യം പറയണോടാ, റിച്ചി ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അത് കേട്ട് അവരും ചിരിച്ചു.
പൊന്നു മാധുരിയും മീനാക്ഷിയും കാര്യമായി ചർച്ചയിലാണ്. പ്രഗ്നൻസി ടൈമിൽ സൂക്ഷിക്കേണ്ട കാര്യങ്ങളും പ്രസവവും ഒക്കെ കാര്യമായി പറഞ്ഞു കൊടുക്കുകയാണ് പൊന്നു മീനാക്ഷി. ആതിര ഇതെല്ലാം കേട്ട് അരുണിനെ നല്ലോണം സ്മരിക്കുന്നുണ്ട്. മാളുമോളും വിച്ചുകുട്ടനും കൂട്ടായി. മാളു വിച്ചുവിനെ തലോടിയും അവനോരോ കളിപ്പാട്ടങ്ങൾ കൊടുത്തും കളിപ്പിക്കുകയായിരുന്നു. വിച്ചു ചിരിക്കുമ്പോൾ മാളുവും ചിരിക്കും. ഇവരുടെ കളികൾ കണ്ടുകൊണ്ട് ഇരിക്കുകയാണ് ബാക്കിയുള്ളവർ. ഉച്ചയ്ക്ക് ഫുഡ് അരുണിൻ്റെ വകയായിരുന്നു. കല്യാണ ചിലവായിട്ട് അവൻ പുറത്തുനിന്ന് ഫുഡ് വരുത്തി. എല്ലാം കഴിഞ്ഞ് വൈകിട്ടോടെ അവർ വീട്ടിലേക്ക് തിരിച്ചു. വൈകിട്ട് മീനുവിനെയും കൂട്ടി അപ്പുവിൻ്റെ ആൽബിയുടെയും മാളിൽ ഷോപ്പിങ്ങിന് ഇറങ്ങിയൊക്കെയാണ് അനീറ്റ. എടി, ഞാൻ ആ സെക്ഷനിൽ പോയി ഒന്ന് നോക്കിയിട്ട് വരാം, നീ ഇതൊന്ന് നോക്ക്. മീനുവിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അവൾ മോഡേൺ ഡ്രസ്സ് വെച്ചിരിക്കുന്ന സെക്ഷനിലേക്ക് പോയി. അവിടുന്ന് ഒരു ടോപ്പ് എടുത്തിട്ട് തിരിഞ്ഞതും അവൾ ആരെയോ ചെന്ന് മുട്ടി. തനിക്ക് കണ്ണു കണ്ടൂടെ? അവൾ ദേഷ്യപ്പെട്ടുകൊണ്ട് പറഞ്ഞതും മുൻപിൽ നിൽക്കുന്ന ആളിനെ കണ്ട് അവൾ ഞെട്ടി. കാണാലോ, നല്ലതുപോലെ കാണാം, അതുകൊണ്ടല്ലേ പലതും ഞാൻ കണ്ടത്. അവൻ കുസൃതി ചിരിയോടെ പറഞ്ഞതും അവളുടെ നോട്ടം ഇടുപ്പിലേക്ക് പോയി. എന്തേ, അനീറ്റക്കുട്ടിക്കൊന്നും പറയാനില്ലേ? അവൻ അവളെ മൊത്തത്തിലൊന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു. മൈൻഡ് യുവർ വേർഡ്സ്. അവൾ അവന് നേരെ കൈ ചൂണ്ടി. ഹാ, എന്താ മോളെ ഇത്? മൂത്തൊരു ബഹുമാനിക്കാനൊന്നും വീട്ടിൽ നിന്ന് പറഞ്ഞു തന്നിട്ടില്ലേ? അവൻ അവളുടെ ചൂണ്ടി വിരൽ താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു. അവനെ ഒന്ന് നോക്കി അവൾ തിരിഞ്ഞു നടക്കാനും അവൻ അവളുടെ കയ്യിൽ പിടിച്ചു. എന്താണോ തനിക്ക് വേണ്ടത്? അവൾ ദേഷ്യത്തോട് ചോദിച്ചു. ഹോ, ഇങ്ങനെ നോക്കല്ലേടി, അവൻ ചിരിച്ചുകൊണ്ട് അവളെ നോക്കി പറഞ്ഞു. ശേ, എന്തൊരു കഷ്ടമാണിത്. തനിക്ക് എന്താണോ? ദേ, എൻ്റെ അടുത്ത് കൂടുതൽ ഫ്ലോട്ടിങ് കൊണ്ടുവന്നാലുണ്ടല്ലോ, ഞാൻ എൻ്റെ ചേട്ടന്മാരോട് പറഞ്ഞു കൊടുക്കും. പറഞ്ഞോ, അപ്പോൾ കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആകുമല്ലോ. പെട്ടെന്നാവട്ടെ. അവൻ ചിരിച്ചുകൊണ്ട് തന്നെ മറുപടി പറഞ്ഞു. തനിക്ക് എന്താണോ വേണ്ടത്? അവൾ ദേഷ്യത്തോടെ വീണ്ടും ചോദിച്ചു. നിന്നെ. അവൻ കൈകെട്ടി നിന്നുകൊണ്ട് പറഞ്ഞു. എന്ത്? അവൾ പുരികം പൊക്കി ദേഷ്യത്തോടെ അവനെ നോക്കി. പറഞ്ഞല്ലോ, എനിക്ക് വേണ്ടത് നിന്നെയാ. എന്താ, സമ്മതമാണോ എൻ്റെ പെണ്ണായിട്ട് കുരിശിങ്കൽ കുടുംബത്തിലേക്ക് വരാൻ? അവൻ ചിരിയോടെ ചോദിച്ചു. ഞെട്ടി. അനീറ്റ കൊച്ചു ഞെട്ടി. അവൾ അന്തം വിട്ടവനെ നോക്കി. ഇങ്ങനെ നോക്കാതെടി, എനിക്കറിയാം നിനക്ക് ഒരുപാട് ഡ്രീംസ് ഉണ്ടെന്ന്. ഒന്നിനും ഞാനൊരു തടസ്സമാകില്ല. നിൻ്റെ ഇഷ്ടത്തിന് നീ എവിടെയാന്ന് വെച്ചാൽ പോയി പഠിച്ചോ. പിന്നെ ജോലി, നമുക്ക് സ്വന്തമായിട്ടൊരു കമ്പനി ഉണ്ട്. നിനക്ക് അവിടെ എന്തായാലും ഒരു പൊസിഷൻ ഉണ്ടാകും. ഇനി അതല്ല, നിനക്ക് പുറത്ത് പോയി ജോലി ചെയ്യണമെന്നാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ ഒന്നിനും ഒരു തടസ്സമാവില്ല. 2 വർഷം നീ പോയി പഠിച്ചിട്ട് വാ. ഞാൻ എത്ര നാൾ വേണമെങ്കിലും കാത്തിരിക്കാൻ തയ്യാറാണ്. പക്ഷെ അതിൻ്റെ അവസാനം നീ എൻ്റെ മിന്നിൻ്റെ അവകാശിയായിരിക്കണം. അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അത്രയും പറഞ്ഞതും അവൾ വായും തുറന്ന് നിന്നുപോയി. വാടച്ചു വെക്കടി, എന്നിട്ട് വീട്ടിൽ പോയി ഇരുന്ന് നല്ലപോലെ ആലോചിക്ക്. പക്ഷേ ആലോചന കഴിയുമ്പോൾ നിനക്ക് സമ്മതമാണെന്ന് മാത്രമേ നീ പറയാവൂ. ഇല്ലെങ്കിൽ. അവൻ ചിരിച്ചു. അവൾ സംശയത്തോടെ അവനെ നോക്കി. ഇല്ലെങ്കിൽ ഒന്നുമില്ല, നിന്നെ ഞാനേ കെട്ടുള്ളൂ. അവൻ പറഞ്ഞുകൊണ്ട് അവളെ നോക്കി. ഇതെല്ലാം കേട്ട ഷോക്കിൽ അങ്ങനെ തന്നെ നിൽക്കുകയാണ് അനീറ്റ. നിനക്കിപ്പോൾ ഒരുപാട് സംശയങ്ങളുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ നിന്നെ ഫസ്റ്റ് കണ്ടത് ആൽബിയുടെ നിശ്ചയത്തിന് വന്നപ്പോഴല്ല. അവൻ ഇടയ്ക്കിടയ്ക്ക് നിൻ്റെ കൂടെയുള്ള ഫോട്ടോസൊക്കെ സ്റ്റാറ്റസ് ഇടാറുണ്ടല്ലോ. അങ്ങനെ കണ്ട് ഇഷ്ടപ്പെട്ടതാ നിന്നെ. പിന്നെ നിന്നെ നേരെ കാണാൻ വേണ്ടി മാത്രമാണ് ഞാനന്ന് അവൻ്റെ നിശ്ചയത്തിന് വന്നത്. പക്ഷെ കണ്ടതോ? അവൻ പറഞ്ഞുകൊണ്ട് അവളെ നോക്കിയതും അവൾ വീണ്ടും ഇടുപ്പിലേക്ക് നോക്കി. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. എന്ത്? എല്ലാം. അവൻ വഷളം ചിരിയോടെ പറഞ്ഞു. ഞാൻ ഇങ്ങനൊക്കെ പറയുന്നത് കൊണ്ട് നീ എന്നെ തെറ്റിദ്ധരിക്കരുത്. നീ എന്റെയാണെന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞു. അതിൻ്റെ സ്വാതന്ത്ര്യത്തിലാണ് ഞാൻ പറയുന്നത്. പിന്നെ നിനക്ക് എന്നെപ്പറ്റിയൊന്നും അറിയില്ലായിരിക്കും. നീ അന്വേഷിച്ച് നോക്കിക്കോ. നിന്റെ ആൽബിച്ചായനോടും അപ്പുവിനോടും പിന്നെ നിന്റെ റിച്ചി ചേട്ടനോടും ചോദിച്ചു. അവർക്ക് ആർക്കെങ്കിലും എന്തേലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ നീ എന്നെ വേണ്ടെന്ന് വെച്ചോ, ഒരു കുഴപ്പവും ഇല്ല. പക്ഷെ വേറൊരു കാരണം കൊണ്ടും നീ സമ്മതമല്ലെന്ന് പറയരുത്. അപ്പം ശരി, ഞാൻ പോകുക. ആൽബി ഒന്ന് കാണാൻ വന്നതാ. അവനിപ്പോൾ ടീച്ചിങ് ഇട്ടിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞല്ലോ. അപ്പോഴാണ് നിന്നെ യാദൃശ്ചികമായി കണ്ടത്. അല്ലെങ്കിലും ഞാൻ കാണാൻ വന്നേനെ നിന്നെ. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ശരി, അപ്പോൾ വീട്ടിൽ പോയി നല്ലതുപോലെ ആലോചിക്ക്. അധികം വൈകാതെ നമുക്ക് കാണാം. അതും പറഞ്ഞ് അവൻ അവളുടെ കവളിലൊന്ന് തട്ടി ചിരിച്ചുകൊണ്ട് പോയതും അവൾ നിന്ന നിൽപ്പിൽ തന്നെ അവിടെ നിന്നു. അനീറ്റയെ കാണാതെ വന്ന മീനു കാണുന്നത് എന്തോ കണ്ട് പേടിച്ചു നിൽക്കുന്ന അനീറ്റയാണ്. ചേച്ചി, എന്താ, എന്തു പറ്റി? മീനു അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. നീ വന്നേ, പറയാം. അവൾ മീനുവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് നടന്നു. അവളുടെ പോക്ക് കണ്ട് അവൻ ചിരിച്ചുകൊണ്ട് വീണ്ടും നടന്നു.